ഹലോ മക്കളെ, അപ്പൊ എന്താണ് എജുബോർഡിന്റെ കൂടെ ചേർന്ന് ഓണപരീക്ഷ നിങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയെന്നറിയാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ എന്താണ് 100-ൽ 1000% ഉറപ്പുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏതാണ് ആ വലിയ ചോദ്യം എന്നല്ലേ? നേരെ വീഡിയോസിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ. ഈ ഒരു മോഡലിൽ നമ്മളോട് ഒരുപാട് ടൈപ്പുകളിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് ചോദിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു മോഡലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ഫോളോയിങ് ആറ്റംസ് ആൻഡ് ഡ്രോ ദ ബോസ് മോഡൽ. ചുവടെ തന്നിരിക്കുന്നവയുടെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി ബോർ മോഡൽ വരയ്ക്കുക. 3 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ, 3 അല്ലെങ്കിൽ 4 മാർക്കോ വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. അതിനുള്ള കുറച്ച് പൊടിക്കൈകളും കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഭാഗമാണിത്. ഈ മുകളിലുള്ള നമ്പർ, അടിയിലുള്ള നമ്പർ, ഇവിടെ കുറച്ച് എലമെന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്, മൂലകങ്ങൾ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, സൾഫർ ഉണ്ട്. അപ്പം മക്കൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസിലേക്ക് പോകാം. അതായത് ഒരു എലമെന്റ് ഏതോ ആയിക്കോട്ടെ, ഒരു മൂലകം ഏതോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ തൽക്കാലത്ത് ഇവിടെ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഈ എക്സിന്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 20 ആണെന്ന് വിചാരിച്ചാൽ മതി. 20 ആണ്. അടിയിൽ ഒരു 10 ആണെന്ന് വിചാരിക്കുക. മക്കൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും മുകളിലായിട്ട് എഴുതിയിരിക്കുന്ന ഈ നമ്പർ എപ്പോഴും എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം. ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മാസ് നമ്പർ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്, ഏറ്റവും മുകളിലുള്ള നമ്പറിനെ, അല്ലെ? ഇനി അടിയിലായിട്ട് നമുക്ക് അടുത്തൊരു നമ്പർ കാണാം. ഇതാണ് അറ്റോമിക് നമ്പർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ. പലപ്പോഴും എന്താണ്, എക്സാമിനേഷൻ ആളിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താണ്, നമ്മളങ്ങനെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കും. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, പഠിക്കുന്നത് ഉറപ്പിച്ച് പഠിക്കുക എന്നുള്ളതാണ്. മുകളിലുള്ളത് മാസ് നമ്പറും അടിയിലുള്ളത് അറ്റോമിക് നമ്പറുമാണ്. നമുക്ക് അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമുക്കൊരു കോഡ് നമുക്ക് പഠിക്കാം. എടോ, ആ കോഡ് എങ്ങനെയാണ്? നമുക്കറിയാം, മുകളിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇതും എങ്ങനെയല്ലേ വരിക? മുകളിൽ, അല്ലേ? ഇനി അടിയിൽ. നിങ്ങൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, അല്ലേ? നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത്, സാർ ഈ മുകളിലും അടിയിലും ഓർത്ത് വെച്ചാൽ അത് എങ്ങനെ എഴുതാൻ പറ്റും? അതാണ് അല്ലെ? മുകളിൽ അടിയിൽ, മുകളിലെ നമ്പർ അടിയിലെ നമ്പർ. മക്കളെ, മുകളിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ എന്താണ് ഫസ്റ്റ് ലെറ്റർ നോക്കിയേ? എം ആണ്. എം ഫോർ മാസ് നമ്പർ. ഇനി അടിയിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എ അല്ലേ? ദാറ്റ് ഈസ് എ ഫോർ അറ്റോമിക് നമ്പർ. ഇനി എന്താണ്? ഇനി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ എക്സാമിനേഷൻ ആളിൽ ഒരിക്കലും നമുക്കിത് കൺഫ്യൂഷൻ വരില്ല. മുകളിലുള്ളത് മാസ് നമ്പറും അടിയിലുള്ളത് അറ്റോമിക് നമ്പറും. മുകളിൽ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ എം ഓർക്കുക, അടിയിൽ എന്ന് ഓർക്കുമ്പോൾ എ ഓർക്കുക. എം ഫോർ മാസ് നമ്പർ, എ ഫോർ അറ്റോമിക് നമ്പർ. നമ്മളൊരു കോഡാണ്, നമുക്ക് ഓർത്തു വെക്കാനുള്ള ഒരു കോഡാണ്. ഇനി അപ്പൊ കാര്യങ്ങളൊക്കെ കിട്ടി. അടുത്തതായിട്ട് മക്കളെ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, മുകളിലുള്ളത് മാസ് നമ്പറും അടിയിലുള്ളത് അറ്റോമിക് നമ്പറും. മുകളിലുള്ളത് മാസ് നമ്പർ, അടിയിലുള്ള അറ്റോമിക് നമ്പർ. മുകളിലുള്ളത് മാസ് നമ്പർ, അടിയിലുള്ള അറ്റോമിക് നമ്പർ. നമ്മളോട് ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ദ ഫോളോയിങ് ആറ്റം ഡ്രോ ദ ബോസ് മോഡൽ എന്നാണ്, അല്ലെ? ഫൈൻഡ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചിട്ടുണ്ട്, ബോസ് മോഡലും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? അതായത് ഇലക്ട്രോൺ വിന്യാസവും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ബോർ മോഡലും നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരു കാര്യം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുമ്പോൾ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത്. അഥവാ ഇതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അടിയിലല്ലേ? അപ്പൊ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതേണ്ടത്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ അടിയിലുള്ള അറ്റോമിക് നമ്പറിന് അനുസരിച്ച് എഴുതുന്നു. നമുക്ക് ആദ്യം ഇതൊന്ന് എഴുതി വെക്കാം. അപ്പൊ നൈട്രജൻ്റെത് അറ്റോമിക് നമ്പർ 7 ആണ്, അല്ലെ? നൈട്രജൻ്റെത് 7 അറ്റോമിക് നമ്പർ ആണ്, മാസ് നമ്പർ അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇതിനെ എഴുതുമ്പോൾ 2,5 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞു നൈട്രജന്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അല്ലെ? 2,5.
ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ബോർ മോഡൽ വരയ്ക്കാം. ഓരോന്നിന്റെയും ബോർ മോഡൽ നമ്മളോട് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അതിനുശേഷം ഡ്രോ ദ ബോസ് മോഡൽ എന്നാണ്. ആദ്യം ഇലക്ട്രോൺ വിന്യാസം എഴുതിയതിന് ശേഷമാണ് ബോർ മോഡൽ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോൺ വിന്യാസം എഴുതി. ഇനി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ന്യൂക്ലിയസ് വരയ്ക്കുക. ന്യൂക്ലിയസിൻ്റെ അകത്ത് PN അല്ലെ, പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം 2ഉം 5ഉം അല്ലെ, ഇതാ ആദ്യത്തെ ഷെല്ല്, ആദ്യത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ ഓർബിറ്റ്. ഓക്കെ, അതിൽ ആദ്യത്തെ ഷെല്ലിൽ അഥവാ K ഷെല്ലിൽ 2 എണ്ണവും L ഷെല്ലിൽ 5 എണ്ണവുമാണ്. വളരെ സിമ്പിളാണ്. 2 ഉണ്ടകൾ ഇങ്ങനെ വരയ്ക്കുക, 2 ഉണ്ടകൾ. ഓക്കെ, 2. ഇനി 5 ആണ് വരയ്ക്കാനുള്ളത്. 1 2 3 4 5. ദാറ്റ്സ് ഓൾ കേട്ടോ. അപ്പൊ നൈട്രജൻ്റെത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യണം? മഗ്നീഷ്യത്തിന്റെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത്. മാസ് നമ്പറിനെ അല്ല, അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഇതൊക്കെ എഴുതേണ്ടത്. ഇനി നമുക്ക് ഇത് എഴുതി കഴിഞ്ഞു. ഇനി മഗ്നീഷ്യത്തിന്റെ എഴുതാം. മഗ്നീഷ്യം എത്രയാണ് മക്കളെ? 12 അല്ലെ. മഗ്നീഷ്യം നമുക്ക് ഇവിടെ എഴുതാം. മഗ്നീഷ്യം ഓക്കെ 12 ആണ്. എല്ലാവർക്കും അറിയാം. വേഗം എഴുതിക്കോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എത്രയായിരിക്കും മക്കളെ? 2 8 2 2 8 2 2 8 10 12 അല്ലെ. ഇനി നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ബോസ് മോഡൽ വരയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുന്നു. പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ മാർക്ക് ചെയ്യുന്നു. ഇവിടെ എത്ര ഷെല്ലുണ്ട്? 1 2 3 അല്ലെ. 3 വട്ടം വരയ്ക്കാം. 1 2 3. ഓക്കെ, അതിനുശേഷം ഓരോ നിലയും ഇലക്ട്രോൺസുകളെ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ആദ്യത്തിൽ 2 എണ്ണം, 2 ഉണ്ടകൾ ഇങ്ങനെ വരയ്ക്കുക. രണ്ടാമത്തേൽ 8 എണ്ണം, 8 എണ്ണം വരച്ചോളി. 1 2 3 4 5 6 7 8 റെഡി. ഇനി 2 എണ്ണം ഏറ്റവും പുറമെ 2 എണ്ണം, 1 2. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ വരയ്ക്കാം. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 എണ്ണമായി, രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണമായി, മൂന്നാമത്തെ ഷെല്ലിൽ 2 എണ്ണമായി. അങ്ങനെ 2 8 2 12 നമ്മൾ വരച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായി? നൈട്രജൻ ആണ്, മഗ്നീഷ്യമായി. ഇനി നമ്മൾ ലാസ്റ്റ് വരയ്ക്കാൻ പോകുന്നത് സൾഫറിനെ കുറിച്ചാണ്. വേഗം നമ്മൾ ഇത്രയും ടൈം എടുക്കരുത്, വേഗം വരച്ചോണം. സൾഫർ 16 ആണ് അല്ലേ. പിടിച്ചോളൂ. സൾഫർ 16 ആകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 2 8 6 2 8 6 2 8 6 അല്ലേ. അതിന്റെ ബോർ മോഡൽ നോക്കിക്കോളൂ. ബോർ മോഡൽ ആദ്യം തന്നെ നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുന്നു. പ്രോട്ടോൺ ന്യൂട്രോൺ എത്ര ഷെല്ലുണ്ട് മക്കളെ? 1 2 3. 1 2 3 ഷെല്ലുകൾ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഇലക്ട്രോൺസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, 2 ഉണ്ടകൾ വരയ്ക്കുക. അതിനുശേഷം 8 എണ്ണം, 1 2 3 4 5 6 7 8. ഓക്കെ, അതിനുശേഷം 6 എണ്ണം, 1 2 3 4 5 6 അല്ലെ. 6 എണ്ണം നമുക്ക് വരയ്ക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വരയ്ക്കാം നമുക്ക്. ഒന്ന് 2 3 4 5 6 റെഡി. ഓക്കെ, അപ്പോൾ റെഡിയായി. അപ്പോൾ 2 8 6. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എഴുതേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയാണ്, ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നാൽ ഇനി അടിച്ച് പൊളിച്ച് മക്കൾ എന്ത് ചെയ്യണം? തിരിച്ചുകൊണ്ട് പാട്ടും പാടി എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അടിയിലെ നമ്പർ ബേസ് ചെയ്തിട്ടാണ് അഥവാ അറ്റോമിക് നമ്പർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസവും അതേപോലെ തന്നെ ഏതും നമ്മൾ എഴുതുന്നത്, ബോസ് മോഡലും എഴുതുന്നത്. അത് ഈ ഒരു കോഡ് വെച്ച് നമുക്കറിയാം. മുകളിലുള്ള നമ്പർ M4 മാസ്, മുകളിൽ അല്ലെ, അടിയിൽ A4 അറ്റോമിക് നമ്പർ എന്ന് ഓർത്താൽ മതി. അപ്പൊ മുകളിൽ എന്ന് കേൾക്കുമ്പോൾ മാസ് നമ്പർ, അടിയിൽ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ. ഈ രസകരമായ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും പരീക്ഷകളിൽ കൺഫ്യൂഷനോ നമ്മളെ ചോദ്യത്തിന് ഉത്തരം തെറ്റുകയോ ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക? എഡ്ജ് ബോർഡിന്റെ കൂടെ രസകരമായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും അതേപോലെ തന്നെ കൂട്ടുകാരികൾക്കൊക്കെ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല മക്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ ഒരു വീഡിയോസിനെ പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ടോ അടിപൊളി ടെക്നിക്കുമായിട്ട് അടിപൊളി പാട്ടുമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.